അപ്പോൾ നമ്മുടെ ആദ്യത്തെ പോഡ്കാസ്റ്റ് ഇങ്ങനെ പെയിന്റ് അടിച്ചാലോ. പെയിന്റ് അടിയെ കുറിച്ച് എന്തൊക്കെ ഐഡിയ ഉള്ളേ? ഇങ്ങനെ പെയിന്റ് ഒരു നമ്മൾ അതെ, ഇങ്ങനെ ഒരു ബ്രഷ് കണ്ടിട്ടുണ്ടോ പെയിന്റ് അടിക്കുന്നത്? ഓക്കെ, അപ്പോൾ ഈ പെയിന്റ് അടി എങ്ങനെ അടിക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു വീഡിയോ അതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കാണാവോ? വീഡിയോ കാണാമല്ലോ അല്ലേ അതിനകത്തുള്ള? ആ വീഡിയോയിൽ അവർ പെയിന്റ് അടിക്കുന്നുണ്ടോ? ആ പെയിന്റ് അടിക്കുന്ന രീതിയിലായിരുന്നു കുറേ നാൾക്ക് മുമ്പും ഇപ്പോഴും ഉണ്ട് കേട്ടോ. അത്തരം പെയിന്റ് അടിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഈ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ടാണ് പെയിന്റ് അടിച്ചുകൊണ്ടിരുന്നത്. ഇതിന് മുമ്പ് എങ്ങനെ അടിച്ചെന്ന് ഉള്ളതിനെ കുറിച്ച് എനിക്ക് വലിയ രൂപമില്ല. പക്ഷെ ഈ ബ്രഷ് അടിച്ചുകൊണ്ടുള്ള പെയിന്റ് അടികളാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതല്ലാതെ, ഇങ്ങനെ പെയിന്റ് അടിക്കുന്നതല്ലാതെ വേറെ ഏതെങ്കിലും രീതി എന്ന് വെച്ചാൽ ഇതിന് തൊട്ടടുത്തുള്ള രീതി എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നിലവിലത്തെ രീതി വെച്ചിട്ട് ആലോചിച്ച്, അല്ലാതെ ഇത് ഈ ബ്രഷ് കൊണ്ടല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ പെയിന്റ് അടിക്കാൻ പറ്റുമോ? നമുക്ക് ഇതെല്ലാം ഞാൻ വേറെ ഒരു രീതിയിൽ കണ്ടിട്ടുണ്ട്. എയർ ബ്രഷ് രീതിയിൽ പെയിന്റ് അടിക്കുന്നത്. പെയിന്റ് അടിക്കുന്ന കണ്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു രീതി വേണം കാണിച്ചു തരാം. ഈ സാധനം കണ്ടിട്ടുണ്ടോ? പെയിന്റിങ് റോളർ എന്ന് പറയും. മറ്റേ ഇതിനകത്ത് മുക്കിയിട്ട് ഇങ്ങനെ അടിക്കാൻ പറ്റുന്ന രീതി. അതിൽ ഞാൻ 1-2 വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ? കാണാമല്ലോ വീഡിയോ. ഇങ്ങനെ പെയിന്റ് അടിക്കാം. ഈ പെയിന്റ് അടിയും മറ്റേ പെയിന്റ് അടിയും തമ്മിൽ എന്തായിരിക്കും വ്യത്യാസം? പെയിന്റിങ് റോളർ കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ്. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ സ്പീഡിൽ, അതെ, മറ്റേ ഒരു 2 പേര് ചെയ്ത ജോലി ചിലപ്പോൾ ഒരാൾക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റിയേക്കും അല്ലേ? അവിടെ ആ പെയിന്റ് അടിക്കാനുള്ള സമയം നമുക്ക് കുറയ്ക്കാൻ പറ്റും അല്ലേ? സമയവും ആളിനെയും കുറയ്ക്കാൻ തോന്നും അല്ലേ? അങ്ങനെ അതേപോലെ വേറൊരു സംഭവം കൂടെ ചെയ്യാൻ പറ്റും. ഇനി എന്തെങ്കിലും ഡിസൈനുകളൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ മറ്റേ ബ്രഷ് വെച്ചിട്ട് ഡിസൈനൊക്കെ വരച്ചടിക്കേണ്ടി അടിക്കുമായിരുന്നു നേരത്തെയൊക്കെ. അപ്പോൾ ഈ റോളർ വന്നപ്പോൾ ഉള്ളൊരു ഡിസൈൻ വർക്കും കൂടെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ? ഇത് ബ്രഷ് വെച്ച് പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത് തീർക്കാൻ പറ്റത്തില്ലല്ലോ. ഇല്ല. അപ്പം ബ്രഷ് ഇങ്ങനെ പെയിന്റ് അടിക്കാർ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്തുനിന്ന് മാറിയിട്ടാണ് ഇങ്ങനെ ഒരു പെയിന്റിങ് റോളർ വന്നത്. ആ പെയിന്റിങ് റോളറിൽ തന്നെ ആദ്യം ഇങ്ങനത്തെ പെയിന്റിങ് റോളറായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പെയിന്റ് റോളറുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കുറേ ഒരു കമ്പനിക്കാർ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയോ അല്ലെങ്കിൽ ആളോ ആയിരിക്കും ഈ പെയിന്റിങ് റോളർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുക. ആളുടെ തലയിൽ ഉദിച്ച ഐഡിയ ആയിരിക്കുമല്ലോ. ഒരാളോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരോ ആയിരിക്കും ആ തലയിൽ ആശയം വന്നത്. അങ്ങനെ ഒരു ആശയം വന്നപ്പം ആദ്യം ചിലപ്പോൾ അവരുടെ മൈൻഡിൽ വന്നത് മറ്റേ ബ്രഷിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതായിരുന്നു അല്ലേ? അങ്ങനെയല്ലേ ചിന്തിക്കാൻ സാധ്യതയുള്ളൂ. അങ്ങനെയായിരിക്കും ഇത് വന്നിട്ടുണ്ടാവുക അല്ലേ? ഇതിന് പ്ലെയിൻ ആയിട്ട് പെയിന്റ് അടിച്ച് പോകുന്ന രീതി മാത്രമേ ഉള്ളൂ. ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നപ്പോഴായിരിക്കും വേറെ ആർക്കെങ്കിലും ആയിരിക്കും ചിലപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ ഈ ഡിസൈനും കൂടെ വരത്തക്ക രീതിയിൽ ആ റോളറിനെ മാറ്റിയാൽ ഡിസൈനൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ചെയ്ത് തീർക്കാമല്ലോ എന്ന് ചിന്തിച്ച് കാണും. അപ്പോൾ അവിടെ 2 തിങ്കിങ് ഉണ്ടായതുണ്ടല്ലോ. മറ്റേ എന്താണ് ബ്രഷിനെ നമ്മൾ റീപ്ലേസ് ചെയ്തു റോളർ വെച്ചിട്ട്. എന്നിട്ട് ഈ റോളറിൽ തന്നെ കുറച്ചും കൂടി ഇന്നോവേറ്റീവ് ആയിട്ട് ഈ രീതി അവർ കണ്ടുപിടിച്ചു. ഒരു ഭയങ്കര സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു. ശരിയല്ലേ? ആ മാറ്റം വരുന്നുണ്ടോ? പെയിന്റ് അടിക്കുന്നതിലുള്ള മാറ്റം വരുന്നുണ്ട്. ഇനി ഈ റോളർ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരു സാധനം കൂടെ കാണിച്ചു തരാം. ഇതിപ്പോൾ ലക്ഷ്മി പറഞ്ഞ സാധനമാണ്. മറ്റേ ഇതല്ലേ നേരത്തെ ഉദ്ദേശിച്ചേ? എയർ അല്ലേ? ഓക്കെ. ഇതിനകത്ത് പെയിന്റ് വെച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും? ബ്രഷ് ഭിത്തിക്ക് പെയിന്റ് അടിക്കാൻ പറ്റും. കണ്ടോ? പെട്ടെന്ന് അടിച്ചടിച്ചടിച്ച് തീർക്കുകയാണ് അവിടെ. കാണാവോ അത്? കണ്ടോ? പെട്ടെന്ന് ആ ഡോറ് പെയിന്റ് അടിച്ച് അവർ കഴിയുകയാണ് ചെയ്യുന്നത്. കണ്ടോ? ഒരൊറ്റ സമയം. അതേസമയം ഇത് ബ്രഷ് കൊണ്ടായിരുന്നു അടിക്കേണ്ടിയിരുന്നെങ്കിൽ അതിനങ്ങ് തീരത്തില്ലത്. ഓക്കെ, അങ്ങനെ ഒരു സംഭവമാണ്. അപ്പം പെയിന്റിങ്ങിന് വേണ്ടിയിട്ട് പിന്നീട് ഈ റോളർ മാറിയിട്ട് അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് എന്ത് വരുവാണ്? മെഷീൻസ് വരുവാണ് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പോൾ ഈ മെഷീനിൽ നേരത്തെ റോളറിനകത്ത് ഡിസൈൻ ചെയ്ത പോലെ ഈ മെഷീൻ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യുമായിരിക്കും? മെഷീൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിസൈൻ ഷീറ്റ് ഉപയോഗിക്കാം.
ആ ഷീറ്റ് ഒട്ടിച്ചിട്ട് അതേൽ ചുമ്മാ ജസ്റ്റ് പെയിന്റ് അടിച്ചിട്ട് ഷീറ്റ് അങ്ങ് ഇളക്കി മാറ്റിയാൽ മതിയാവും. അതും ഒരു നല്ല ഐഡിയ ആണ്. ഓക്കെ. പിന്നെ വന്നൊരു സാധനമാണ് അത് ചെറിയ നേരത്തെ കാണിച്ച ഈ മെഷീൻ എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഇത്രയും ഈ ഒരു ബോട്ടിലിനകത്ത് നിറയ്ക്കുന്ന പെയിന്റ് മാത്രമേ ഉള്ളൂ. അത് തീരുമ്പോഴത്തേക്ക് അടുത്തത് നിറയ്ക്കണം അല്ലേ? അങ്ങനെ കുറച്ച് ടൈം കൺസ്യൂം ആകും. അപ്പോൾ വലിയ ഭിത്തിക്കൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ ദാണ്ട് ഇതുപോലുള്ള വലിയ മെഷീൻസ് വേണ്ടി വരും. കുറച്ചും കൂടെ വലിയ രീതിയിൽ അടിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ മെഷീനൊക്കെ വരുമ്പോഴത്തേക്ക് അതൊരു അത്തരം മെഷീൻ ഉപയോഗിക്കുന്ന ആൾക്കാർ ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടെ ഒരു വലിയ രീതിയിലേക്ക് മാറും. ചിലപ്പം ഈ ഒരു കൂട്ടം ആൾക്കാർ അല്ലെ ഒരാൾ കാണും. ഈ പെയിന്റിങ്ങിന്റെ വർക്ക് എടുക്കുന്ന ഒരാൾ കാണും. ഈ വർക്ക് എടുത്തിട്ട് അയാൾ കുറെ പണിക്കാരെയും കൂടെ വിളിച്ചിട്ടായിരിക്കും ആദ്യം പൊക്കോണ്ടിരുന്നത്. അപ്പൊ അവരെല്ലാം ഈ ബ്രഷ് കൊണ്ട് പോയി അടിച്ചടിച്ച് അങ്ങനെ അടിച്ചോണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അയാൾക്ക് ഇങ്ങനെ ഒരു മെഷീൻ കിട്ടി, റോളർ കിട്ടി. അപ്പൊ പിന്നെ അയാൾ റോളറും കൊണ്ട് അടിക്കാൻ പോയി, അവരുമായിട്ട് അടിക്കാൻ പോയി. അങ്ങനെ വന്ന സമയത്ത് നേരത്തെ ബ്രഷ് കൊണ്ട് അടിച്ചുകൊണ്ടിരുന്ന വർക്കിംഗ് ടൈം ഉണ്ടല്ലോ, ചിലപ്പം ഒരാഴ്ച കൊണ്ട് അടിക്കേണ്ട വർക്കൊക്കെ അവർക്ക് ഒരു 2-3 ദിവസത്തിനുള്ളിൽ ചെയ്തു തീർക്കാനൊക്കെ പറ്റി. എന്നാൽ ഒരാഴ്ചത്തെ വർക്കും അപ്പൊ അവർക്ക് സമയം ലാഭം കിട്ടി, കാശും കൂടുതൽ കിട്ടും. പിന്നീട് അവർ ഇത് ഉപയോഗിച്ചു, ഇങ്ങനെയുള്ള മെഷീനറീസ് ഉപയോഗിച്ചു അല്ലേ? അപ്പോഴും അവർക്ക് സമയം ലാഭം കിട്ടി, സാമ്പത്തിക ലാഭവും കിട്ടി. പിന്നെ അവർക്ക് വലിയ വർക്കുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആ പുള്ളി ചിലപ്പം ഇത്തരം മെഷീൻസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും അല്ലേ? ആ മെഷീൻസ് വാങ്ങിച്ചിട്ട് കണ്ട് ഇതേപോലെ കണ്ടോ ഒരു മതിലൊക്കെ പെട്ടെന്ന് പെയിന്റ് അടിച്ച് തീർക്കുക കണ്ടോ. അപ്പൊ ഒരു വീടിന്റെ വർക്കൊക്കെ പെട്ടെന്ന് തീർക്കാനൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ വർക്കുകളിലെ പെയിന്റ് അടിയൊക്കെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു വലിയ മെഷീനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് അതിൽ നിന്ന് നമ്മൾ ആദ്യം കണ്ടത് ബ്രഷാണേ. ബ്രഷിന് മുമ്പ് എന്തായിരുന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഇതില് എടുത്തിട്ടുള്ള കാര്യങ്ങളാ. ബ്രഷീന്ന് നമ്മള് റോളറിൽ ചെന്നു, റോളറിൽ നിന്ന് നമ്മൾ മെഷീൻസിലേക്കാണ് വന്നേക്കുന്നത്. ഈ മെഷീൻ വെച്ച് തന്നെ ആർട്ട് എങ്ങനെ, അതായത് നമ്മൾ ഭിത്തിക്കൊക്കെ ഈ വീടിനകത്തൊക്കെ ചിത്രങ്ങൾ വരയ്ക്കുമല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള മെഷീൻസും ഈ പറയുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ വാങ്ങിച്ചൊരു സംരംഭമായിട്ട് അവർക്ക് മാറാം. നേരത്തെ അവരെന്തായിരുന്നു, കേക്കടിക്കുന്ന ജോലിക്കാർ മാത്രമായിരുന്നു. പിന്നീട് അയാൾ ഈ മെഷീനറീസ് എല്ലാം വാങ്ങിച്ചിട്ട് ഇയാൾ ഒരു സംരംഭകനായിട്ട് മാറുവാണ്. ഓക്കെ, സംരംഭകൻ. ആ സംരംഭകൻ ദാണ്ട് ഇതുപോലൊരു മെഷീൻ വാങ്ങിച്ചിട്ട് കണ്ടോ, ഒരു ആർട്ടിസ്റ്റ് ഇരുന്ന് വരയ്ക്കേണ്ട ജോലിയാണിത്. അപ്പൊ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഭിത്തിക്കൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പടം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് അത് വരച്ച് വൃത്തിയാക്കി നമ്മുടെ ഭിത്തിക്ക് അടിച്ചു തരാൻ പറ്റും അല്ലെ? മ്യൂറൽ പെയിന്റിംഗ് ഒക്കെ പണ്ടുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ആഹ് അത്തരം വർക്കുകളൊക്കെ ഇത്തരം മെഷീൻ ഉപയോഗിച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ തുടങ്ങി. മറ്റേത് ഒത്തിരി നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന ആൾക്കാർ തന്നെ ഇത് വരച്ചെങ്കിലല്ലേ വൃത്തി വരത്തുള്ളൂ. പെയിന്റ് അടിക്കാർക്ക് തന്നെ എപ്പോഴും ചിലപ്പോൾ ഇത് വരയ്ക്കാൻ പറ്റണമെന്നില്ല. അതിന് കുറച്ചും കൂടെ ആർട്ടിസ്റ്റ് മൈൻഡുള്ള ആൾക്കാർക്കേ പറ്റത്തുള്ളൂ. അപ്പൊ അവരെ കിട്ടാതെ വരുന്നതോ അല്ലെങ്കിൽ അവർക്ക് അവരെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിലാണ് ഈ ആർട്ട് മെഷീൻ വന്നത്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് വർക്ക് തീരുന്നുണ്ട് കണ്ടോ. ഈ ഇടയ്ക്ക് നമ്മുടെ ഇലക്ഷനൊക്കെ ഇത്തരം മെഷീൻസ് ഒക്കെ കണ്ടതാണ്. അപ്പോൾ ഈ എന്താണ് മതിലേലൊക്കെ സ്ഥാനാർത്ഥികളുടെ ഇതൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ഒരു മെഷീൻ കൊണ്ടുവന്നു. ഈ മെഷീൻ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഒരു ന്യൂസ് ആയിരുന്നു ഞാനതിൽ കണ്ടത്. ഓക്കെ, അപ്പം ഈ മെഷീനറീസ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, ഇനി റോബോട്ട് പെയിന്റർ ആണ് നമ്മൾ ചിലപ്പോൾ എക്സ്ട്രീമായിട്ട് പറയാൻ സാധിക്കുന്ന ഇപ്പോഴത്തെ നിലയിൽ നമ്മൾ ഇനി എന്ത് മാറ്റം വരുത്താൻ പറ്റുമെന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ പറയും ഇങ്ങനെ റോബോട്ടുകളൊക്കെ എന്ത് ചെയ്യാം, വന്ന് പെയിന്റ് അടിക്കുന്ന ചെയ്യാന്ന് പറയും അല്ലേ? ഓക്കെ, അങ്ങനെ റോബോട്ട് പെയിന്റ് അടിക്കുന്നതും കൂടെ കാണിച്ചു തരാം. കണ്ടോ, ഈ റോബോട്ടാണ് ഭിത്തിക്കെല്ലാം പെയിന്റ് അടിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കണ്ടോ. അപ്പൊ റോബോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കുറെ പെയിന്റ് അടിക്കാരുടെ ജോലിയാണ് ഈ റോബോട്ട് ഒറ്റയ്ക്ക് ചെയ്യുന്നത്. പക്ഷെ ഈ റോബോട്ടിനെ ഓപ്പറേറ്റ് ചെയ്യാൻ ആൾ വേണം കേട്ടോ. അതുകൊണ്ട് പെയിന്റ് അടിക്കാരുടെ ജോലി പോകുന്നില്ല. ആ പെയിന്റ് അടിക്കാർക്ക് ഈ റോബോട്ടിനെ എന്ത് ചെയ്യാൻ പറ്റണം, യൂസ് ചെയ്യാൻ അറിയാമെങ്കിൽ അയാൾക്ക് എളുപ്പമാണ്. കാരണം അയാൾക്ക് ഓൾറെഡി പെയിന്റിങ് അറിയാം, എവിടൊക്കെ എന്ത് പെയിന്റ് കൊടുക്കണമെന്നറിയാം, ഓരോ ഏരിയയിലും ഏതൊക്കെ രീതിയിൽ പെയിന്റ് അടിക്കണമെന്നറിയാം. അപ്പൊ ആ രീതികൾ, ആ സ്കിൽ അയാൾക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഈ മെഷീൻ ഉപയോഗിച്ചാൽ അയാളുടെ സ്കില്ലിനെ അയാൾക്ക് ഡബിൾ ആക്കി ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ തന്നെ വേറെ റോബോട്ടിനെ നമ്മൾ കാണിച്ചു തരാം. ഇതും ഇതേപോലെയുള്ള ഒരു മോഡൽ റോബോട്ടാണ്.
ഇത്തരം റോബോട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വലിയ ഫ്ലാറ്റുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കെട്ടിടങ്ങളിലൊക്കെ പെയിന്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് അടിച്ചടിച്ചടിച്ചടിച്ച് പോകാൻ പറ്റും. ഓക്കെ. ഇപ്പൊ റോബോട്ട് പെയിന്റ് വരെ നമ്മളെത്തിയേ. നമ്മൾ പറഞ്ഞ ആദ്യം ബ്രഷിലാണ് അവരടിച്ചത്. പിന്നീട് റോളർ പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി. പിന്നെ ഇതേപോലുള്ള ചെറിയ ചെറിയ മെഷീൻസ് അവർ ഉപയോഗിച്ചു തുടങ്ങി. പിന്നെ അത് റോബോട്ടിലേക്ക് എത്തി. അല്ലേ? ഇത്രയും എത്തി. ഇനി എന്തിലേക്ക് പോകുമായിരിക്കും? ആണല്ലോ നമ്മള് പറഞ്ഞത്. നേരത്തെ പണ്ടുണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു? ഇപ്പം നിലവിൽ എങ്ങനെയാണ്? ഇനി എങ്ങനെയായിരിക്കും? റോബോട്ടാണ് ലാസ്റ്റ് എന്ന് പറയില്ല. ലാസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ റോബോട്ടാണ്. കാരണം നമ്മൾ കണ്ടു. റോബോട്ട് വീഡിയോ കാണുമ്പോൾ നമുക്കറിയാം റോബോട്ടിനെ. എന്ന് വെച്ചാൽ വ്യാപകമായിട്ട് റോബോട്ടിനെ ഉപയോഗിക്കുന്നില്ലെങ്കിലും മീൻസ് അത്തരം ഈ റോബോട്ടുകളെയൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന കമ്പനികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റോബോട്ടിനെ വാങ്ങിച്ചിട്ട് അവരുടെ വർക്കുകൾ എളുപ്പത്തിലാക്കാൻ പറ്റും. അല്ലേ? അവർക്ക് പെട്ടെന്ന് വർക്ക് തീർത്താൽ പുതിയ അടുത്ത വർക്കിലേക്ക് പോകാലോ. അപ്പൊ ഒരു വർക്ക് എടുക്കുന്നതിന്റെ എന്താ പെയിന്റ് അടിക്കുന്നതിന് അവരൊരു എമൗണ്ട് പറഞ്ഞിട്ടായിരിക്കും അടിക്കുന്നേ. അപ്പൊ അവരെ സംബന്ധിച്ച് കുറഞ്ഞ സമയത്ത് കൂടുതൽ വർക്ക് കിട്ടുകയും കൂടുതൽ പൈസ കിട്ടുകയും ചെയ്യും. അല്ലേ? അതാണല്ലോ ആ ഒരു ബിസിനസ് രീതിയില് പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കുന്ന രീതി എന്ന് പറയുന്നത്. ഓക്കെ. ഈ റോബോട്ടിന് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ റോബോട്ടിനെ നന്നാക്കുന്ന ആൾക്കാർക്കും ജോലി ഉണ്ടാവും. അതൊക്കെ ബൈ പ്രോഡക്റ്റ് ആണ്. ഇനി എന്ത് മാറ്റമായിരിക്കും വരുന്നതെന്ന് ഊഹിക്കാവോ? ഡ്രോൺ പെയിന്റ്. ഡ്രോൺ പെയിന്റ് അത് നല്ലൊരു ആശയമാണ്. ലക്ഷ്മി പറഞ്ഞത് കറക്റ്റ് പോയിന്റ് ആണ്. അടുത്ത വീഡിയോ അതാണ്. കണ്ടു നോക്കണം. റോബോട്ടിക് പെയിന്റിങ് വേറെ 2 വീഡിയോ കൂടി ഞാൻ എടുത്ത് വെച്ചായിരുന്നു. അതും കൂടെ ഒന്ന് കണ്ടിട്ട് പോവാം. കണ്ടോ? വലിയ ഭീമൻ ടാങ്കാന്ന് തോന്നുന്നത്. ഈ ന്യൂക്ലിയർ ഈ വലിയ അങ്ങനെയുള്ള പരീക്ഷണശാലകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണിത്. പിന്നെ ദാണ്ട് ഇങ്ങനെ ഒരു റോബോട്ട് കണ്ടോ? അത്തരം റോബോട്ട് പെയിന്റിങ്ങിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ്. അത് ഉണ്ടോ? പുള്ളി മൊബൈൽ വെച്ചിട്ടാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. അത്രയും സിമ്പിൾ ആക്കി റോബോട്ട് പെയിന്റിങ് മാറ്റി എന്നുള്ളതാണ്. ഇനി ലക്ഷ്മി പറഞ്ഞ കറക്റ്റ് ഐഡിയ സാധനം വന്നു. ഡ്രോൺ പെയിന്റിങ്. ഡ്രോൺ വെച്ചിട്ട് എങ്ങനെ പെയിന്റ് അടിക്കുക എന്നുള്ളതാണ്. കണ്ടോ? വലിയ വലിയ കെട്ടിടങ്ങള് നേരത്തെ പറഞ്ഞ പോലെ പെയിന്റ് വേണ്ടാത്ത സ്ഥലങ്ങളിൽ പേപ്പർ ഒട്ടിച്ചു കഴിഞ്ഞാൽ രണ്ട് ഇതുപോലെ അടിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ആ ബിൽഡിംഗ് മൊത്തം 1-2 ദിവസം കൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാം? പെയിന്റ് അടിച്ച് തീർക്കാം. ഡ്രോൺ പെയിന്റിങ് ടെക്നോളജി. ലക്ഷ്മി എനിക്ക് കുറെയൊക്കെ ഐഡിയ ഉണ്ട്. എന്ത് സാധനം യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാന്നുള്ളത്. ഓക്കെ. ഇത്രയാണ് നമ്മുടെ പോഡ്കാസ്റ്റിൽ ഇന്നത്തെ പെയിന്റിങ്ങിനെ കുറിച്ച്. ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ഡ്രോൺ പെയിന്റിങ് വരെ എത്തി. നിലവില് ലക്ഷ്മി പറഞ്ഞ ഡ്രോൺ പെയിന്റിങ്, റോബോട്ടിക് പെയിന്റിങ് വരെ എത്തിയിട്ടുണ്ട്. ഇനി എന്ത് മാറ്റമായിരിക്കാം വരുന്നത്? റോബോട്ട് മാറാലോ. കുറെ റോബോട്ടുകളെ യൂസ് ചെയ്തുകൊണ്ട് ഒരാൾക്ക് അങ്ങനെ പണി സ്വന്തമായിട്ട് ചിലപ്പോൾ അയാൾ മാത്രമേ കാണത്തുള്ളായിരിക്കും. ഈ റോബോട്ടുകളെ അയാൾക്ക് യൂസ് ചെയ്യാൻ അറിയായിരിക്കും. അയാള് ഒരു പെയിന്റർ ആയിരിക്കും. ചിലപ്പോ റോബോട്ടായിരിക്കും റോബോട്ടിനെ തന്നെ കൺട്രോൾ ചെയ്യുന്നു. റോബോട്ട് തന്നെ റോബോട്ടിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു രീതി അങ്ങനെയൊക്കെ വരുമോ? എന്നാലും ആ റോബോട്ടിനെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ റോബോട്ട് സ്വന്തമായിട്ട് ചിന്തിച്ച് ചെയ്യണമെന്നില്ലല്ലോ. നമ്മളൊരു പ്രോംപ്റ്റ് എന്തായാലും കൊടുക്കേണ്ടി വരുമല്ലോ. നമുക്ക് അത്രയ്ക്ക് ഡേറ്റ് ഇല്ല. ഇപ്പൊ പറ്റില്ലേ, കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ പറ്റണമെന്ന്. അന്നേരം പറ്റായിക ഇല്ല എന്നൊന്നും നമുക്ക് പറയാനൊക്കത്തില്ല അല്ലേ? അന്നേരം ചിലപ്പോൾ തനിയെ റോബോട്ട് തന്നെ വന്ന് ഒരു വർക്ക് എടുത്തിട്ട് റോബോട്ട് തന്നെ ചെയ്ത് അങ്ങനെ അങ്ങനെ ഇപ്പൊ സംഭവിക്കുന്നുണ്ടല്ലോ. അതായത് ഇപ്പം ഈ ഇലക്ട്രിക് കാറ്, തനി ഓടുന്ന കാറ് സ്വന്തമായിട്ട് ഇപ്പം വേണമെങ്കിൽ എടുക്കാൻ പറ്റുമോ? അത് ഇപ്പം സ്വന്തമായിട്ട് ഓടുന്ന കാറാണെങ്കിലും അതിനകത്ത് ഒരു ഹ്യൂമൻ കൺട്രോൾ വരണമല്ലോ. അല്ലേ? നമ്മളിപ്പം ചുമ്മാ കാറിൽ കയറി ഇരുന്നിട്ട് ഇന്നടത്തോട്ട് പോകണം എന്ന് പറയുമ്പം ടാക്സി കാറാക്കാലോ. അതെ ടാക്സി കാറാക്കാം. അത് ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ആ കാറുകൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വരും. ഇപ്പൊ ടാക്സി ആയിട്ട് നമ്മൾ പോവാന്ന് വെച്ചോ,
അത് ഞാൻ എവിടെയോ ഉമർ എന്ന് പറയുന്ന ആളിന്റെ വീഡിയോയിൽ കേട്ടൊരു സാധനമാണ്. അതായത് കാറുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കും. അപ്പൊ നമുക്ക് ഭയങ്കര അർജന്റ് ആയിട്ട് പോകേണ്ട സമയമാണ്. ഇതുപോലുള്ള കുറെ ഓട്ടോമാറ്റിക് കാറുകളുണ്ട്, തനിയെ ഡ്രൈവ് ചെയ്ത് പോകുന്ന കാറുകളുണ്ട്. അപ്പൊ നമ്മൾ രണ്ട് കാറിനകത്തിരിക്കുക. എനിക്ക് ഭയങ്കര അർജന്റ് ആയിട്ട് പോകണം. അപ്പൊ ഞാൻ കാറിനോട് പറയും എനിക്ക് പെട്ടെന്ന് പോകണം, അതിന് മറ്റേ കാറുകളോടൊന്ന്, ഇപ്പൊ ലക്ഷ്മിയൊക്കെ പോകുന്ന കാറുകളോടൊന്ന് കുറച്ചൊന്ന് സൈഡ് ഒതുങ്ങി തരാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോകാമല്ലോ, ഞങ്ങൾക്ക് പെട്ടെന്ന് പോകാമല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ എന്റെ കാറിനോട് അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. അപ്പൊ ആ കാർ മറ്റേ കാറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പൊ ലക്ഷ്മിയുടെ കാറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പം ആ കാറിൽ ലക്ഷ്മി സഞ്ചരിക്കുന്ന കാറ് ലക്ഷ്മിയോട് ചോദിക്കും ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, എന്ത് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ ലക്ഷ്മി പറയുവാണ് എന്നാ ഒരു 10 രൂപ എന്നാ ഞാൻ മാറിത്തരാം. മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നെഗോസിയേഷൻ പോലെയോ അല്ലെങ്കിൽ അതൊരു ബിസിനസ് പോലെ ആണെങ്കിൽ അങ്ങനെ ചിലപ്പോൾ എന്ത് ചെയ്യും, മാറിക്കൊടുക്കും. ആ രീതിയിൽ ചിലപ്പോൾ ലക്ഷ്മി ആയിരിക്കണമെന്നില്ല, ആ കമ്പനിക്കാരായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നത്. ലക്ഷ്മി സഞ്ചരിക്കുന്ന വേറൊരു കമ്പനിയുടെ കാറായിരിക്കും, ഞാൻ സഞ്ചരിക്കുന്ന വേറൊരു കമ്പനിയുടെ. അപ്പം ഞാൻ കുറച്ചൊന്ന് മാറി തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ചെറിയ ഒരു ചിലപ്പോൾ 1 രൂപ കൊടുത്താൽ മാറിത്തരാം എന്ന് പറയുമ്പോൾ 1 രൂപയല്ലേ ഉള്ളൂ കൊടുക്കാന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കും. അവരെ സംബന്ധിച്ച് അങ്ങനെ ആ 1 രൂപ കുറേ കാറുകാരുടെ ഇത് കിട്ടുമ്പോൾ അവരുടെ കയ്യിൽ നല്ല എമൗണ്ട് ആയിരിക്കുമല്ലോ. എന്തോ സോ അതൊരു ബിസിനസ്, എന്താണ് ഒരു പ്രോഫിറ്റ് മോഡലായിട്ട് ആ രീതി ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കാം. നമ്മളെ സംബന്ധിച്ച് നമുക്ക് പെട്ടെന്ന് പോകാൻ നമുക്ക് വേണ്ടിയിട്ട് കാറെല്ലാം മാറി തരുന്ന ഒരു രീതി എളുപ്പമല്ലേ. അപ്പൊ ഇതാണ് പെയിന്റിങ്ങിനെ കുറിച്ച് പറയുന്നത്. അപ്പം ഇത് ഞാൻ ഈ പറഞ്ഞ ലക്ഷ്മി ചിന്തിച്ച പോലെ തന്നെ റോബോട്ട് വെച്ചിട്ട് പെയിന്റ് അടിക്കുന്ന സാധനം വരെ വന്നപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയായിരുന്നു ഇങ്ങനെ ഡ്രോണൊക്കെ പറന്നു പോകില്ലേ, അപ്പൊ ഡ്രോണൊക്കെ വെച്ചിട്ട് പെയിന്റ് അടിക്കാലോ എന്നൊക്കെ ഞാനും വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഡ്രോണിന്റെ വീഡിയോ തപ്പിയത്, ഡ്രോൺ വെച്ചിട്ട് പെയിന്റ് അടിക്കുന്ന രീതി. അങ്ങനെ അത് ഡ്രോൺ ഓൾറെഡി പെയിന്റ് അടിക്കുന്ന വീഡിയോസ് ഒക്കെ കിട്ടിയത്. പിന്നെ ഞാൻ ആലോചിച്ചു ഇനി ഡ്രോൺ കഴിഞ്ഞിട്ട് ഇനി എന്തോ വെച്ചിട്ട് പെയിന്റ് അടിക്കും, ഇത് കഴിഞ്ഞും വേറൊരു സാധനം വരണമല്ലോ. അപ്പോൾ ചിലപ്പോൾ AI ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്ത എന്തെങ്കിലും ഒരു ഡിവൈസ് പിന്നീട് വന്നേക്കാം. ഇപ്പം ലക്ഷ്മി പറഞ്ഞ പോലെ ചിലപ്പോൾ AI ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആയിരിക്കും, സ്വന്തമായിട്ട് ഡിസിഷൻ എടുത്ത് ഇന്നടുത്ത് ഇന്ന പെയിന്റ് വരാം അങ്ങനെയുള്ള ഒരു സജഷൻസ് ഒക്കെ നമ്മളെയോ ഈ ഓണേഴ്സിനെയൊക്കെ കാണിച്ചിട്ട് അവർ ഓക്കെ ആണെങ്കിൽ ആ പെയിന്റ് അടിക്കുന്ന രീതി ഒക്കെ കാണിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഇല്ലേ. പിന്നെ ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നി വേറൊരു കാര്യം. ഇപ്പൊ നമ്മൾ പെയിന്റ് വാങ്ങിച്ച് പെയിന്റ് അടിക്കുകയല്ലേ ചെയ്യുന്നത്. അതേസമയം നമ്മുടെ മൊബൈലില് ഓരോ ദിവസവും നമ്മുടെ വീടിന്റെ കളർ മാറ്റാൻ പറ്റിയാലോ. ഇല്ല അങ്ങനെ ഒരു അതെ, അങ്ങനെ ഒരു ഡിജിറ്റൽ വീട് അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റുമോ? അങ്ങനെ ഒരു സാധ്യത വരാൻ സാധ്യതയുണ്ടോ? ഉണ്ടാവും അല്ലേ, ഉണ്ടാവും എന്ന് എനിക്ക് തോന്നി. ഇപ്പൊ കാറിന്റെ ഒക്കെ കളറ് നമുക്ക് ഇഷ്ടമുള്ള കളർ മാറ്റാം, അങ്ങനെ എന്തോ ഒരു സംഭവമൊക്കെ ഞാൻ കേട്ടായിരുന്നു. അപ്പൊ ഇത് ഞാനിങ്ങനെ വെച്ചോണ്ടിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അങ്ങനെ കേട്ടതുകൊണ്ടായിരിക്കാം വീടിനെ കുറിച്ച് ചിന്തിച്ചപ്പോ എന്താ പറയാ, നമ്മുടെ എല്ലാ ദിവസവും നമ്മളിപ്പോ എല്ലാ ദിവസവും പെയിന്റ് മാറ്റി മാറ്റി അടിക്കാൻ നമുക്ക് പൈസ കാണത്തില്ലല്ലോ. നമ്മുടെയൊക്കെ വീട് അന്ന് ആദ്യം പെയിന്റ് അടിച്ച സമയത്തുള്ള പെയിന്റ് ആയിരിക്കും ഇപ്പോഴും കിടക്കുന്നത് അല്ലേ. ഇപ്പൊ കുറെ വർഷമായിട്ട് നമ്മൾ ഈ പെയിന്റ് തന്നെ കണ്ടോണ്ടിരിക്കുകയാണ് നമ്മുടെ വീട്. അപ്പോൾ ചില വീടുകാര് പുതിയ വീടൊക്കെ വെക്കുന്ന സമയത്ത് നല്ല കുറെ ഡിസൈനിലുള്ള പെയിന്റ് ഒക്കെ അടിക്കുന്ന കാണുന്ന സമയത്ത് ഈ സംഭവം കൊള്ളാലോ എന്നൊക്കെ നമുക്ക് തോന്നത്തില്ലേ. അത് നല്ല സൂപ്പർ വീടാന്നൊക്കെ നമുക്ക് തോന്നത്തില്ലേ. അതിന്റെ പെയിന്റിങ് ഒക്കെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മുടെ വീടും അങ്ങനെ പെയിന്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കും ചിലവല്ലേ. ചിലവാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ഒരു ടെക്നോളജി ഒക്കെ വന്നാൽ അല്ലെങ്കിൽ അങ്ങനത്തെ വീടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളറൊക്കെ വേണേൽ മാറ്റാം ഇല്ലേ. വിഷു വരുമ്പം വിഷുവിന്റെ കളർ കൊടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫെസ്റ്റിവലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്താണ് പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ അതിനനുസരിച്ച് സൂട്ടാവുന്ന കളേഴ്സ് ഒക്കെ കൊടുക്കാം, സീസൺ അനുസരിച്ച് കളർ മാറ്റാം ഇല്ലേ. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയേക്കാം. അപ്പൊ അത് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒന്ന് തോന്നിയായിരുന്നു. അതേപോലെ എന്തെങ്കിലും തോന്നല് ഉണ്ടോ ഇനി? ഓക്കെ, അങ്ങനെ ആലോചിക്കണം. അങ്ങനെ ആലോചിക്കാനുള്ള ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ആയിട്ട് നമ്മുടെ ഓരോ പോഡ്കാസ്റ്റും അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ഇങ്ങനെ ചിന്തിക്കുക. അപ്പൊ നമ്മൾ റോബോട്ട് വരെ എത്തിയപ്പം ലക്ഷ്മിക്ക് ഡ്രോണിലേക്ക് എത്താൻ പറ്റി പെട്ടെന്ന് അല്ലേ. ഡ്രോൺ കഴിഞ്ഞിട്ട് പിന്നെ ലക്ഷ്മി പറഞ്ഞത് സ്വന്തമായിട്ട് ചിന്തിച്ച് പെയിന്റ് അടിക്കുന്ന
ഒരു റോബോട്ട് അങ്ങനെ ഒരു കാലം. അത് വേണേ AI ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ആലോചിച്ചാൽ ചിലപ്പം വരാവുന്നതേ ഉള്ളൂ. അല്ലേ? പിന്നൊരു സംഭവമാണ് ഞാനീ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഓപ്ഷൻ മാറ്റുന്ന ഒരു രീതി. വീടിന്റെ കളറൊക്കെ. ചിലപ്പോ വീടേ കാണുമെന്ന് ഉറപ്പില്ലല്ലോ. അതും നമുക്ക് വീടിന്റെ പ്രത്യേക ഒരു പോഡ്കാസ്റ്റ് ചെയ്യാം. പഴയ വീട്, ഇപ്പൊ നിലവിൽ വന്നിരിക്കുന്ന വീട്, ഇനിയൊക്കെ വീട് എങ്ങനെയായിരിക്കും? അത് വേണേ നമുക്ക് വേറൊരു നല്ലൊരു ഐഡിയ. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ പോഡ്കാസ്റ്റ് ഇവിടെ വെച്ച് നിർത്താം. പെയിന്റിംഗ് പോഡ്കാസ്റ്റ്.